ഞാനവിടെ കിടന്ന് ഓടി ഓടി പരിവായി. നിങ്ങളിത് എവിടെയായിരുന്നു? സാന്ദ്ര എന്തിയേ? അവള് കോഫി എടുക്കാൻ പോയി. ആണോ? ഓ, ഞാനവിടെ ചോദിക്കണം വിചാരിച്ചാ. അവിടെ വെച്ച് എന്തിനാ എന്നോട് ദേഷ്യപ്പെട്ടെ? നിന്നോട് ദേഷ്യപ്പെട്ടില്ല, ഉണ്ടായിരിക്കാൻ പറഞ്ഞല്ലേ. ആ, അതെന്തിനാണെന്നാ ചോദിച്ചേ. എടാ, നിനക്കൊരു കാര്യം അറിയും, ഈ ലോകത്ത് മനുഷ്യനുണ്ടായ കാലം തൊട്ട് തുടങ്ങിയതായിരിക്കണം ഈ പരിപാടി. ആൾക്കാരെ വെളുപ്പ് കറുപ്പ് എന്ന് പറഞ്ഞ് വേർതിരിക്കുക. എടാ, ഒരു കാര്യം ചോദിച്ചോട്ടെ, കറുത്തവനില്ലാത്ത എന്ത് തേങ്ങയാടാ വെളുത്തൊരാക്കുള്ളത്? കറുത്തവൻ വികൃതൻ, നികൃഷ്ടജീവി, വൃത്തിയില്ലാത്തവൻ. വെളുത്തവനാണ് ചുളൂലവൻ, ഉന്നത കുലജാതൻ, സംസ്കാര സമ്പന്നൻ. അല്ലേ? ഞാനങ്ങനെ ഒന്നും പറഞ്ഞില്ലല്ലോ. നീ പറഞ്ഞതിന്റെ അർത്ഥം അതൊക്കെ തന്നെയാണ്. നീ വെളുത്തിട്ടാണെന്ന് പറഞ്ഞല്ലോ നീ കല്യാണാലോചന. അതെ, പക്ഷെ അത് ഈ നിന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്താ അറിയോ, ഞാൻ ചില മുത്തശ്ശിമാരൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്, അയാളെ കണ്ടിരിക്കണം, വെളുത്ത് തൂടുത്ത് നല്ല സായിപ്പിനെ പോലെ ഇരിക്കും, സുന്ദരനാണെന്ന്. പ്രശ്നം എന്താണെന്ന് മനസ്സിലായോ? കുറെ കാലം എന്നെയും നിന്നെയൊക്കെ സായിപ്പന്മാര് ഭരിച്ചു. അപ്പൊ അയാളാണ് വലിയ ആളാണ്, അയാളാണ് സുന്ദരൻ. എടാ, ഈ പറയുന്ന വെളുത്തിരിക്കുന്ന പറഞ്ഞാൽ ഞാനും നീയൊക്കെ ഉണ്ടല്ലോ, വല്ല വെസ്റ്റേൺ കൺട്രിയിലും പോണം. അവിടെ നമ്മളൊക്കെ ബ്രൗൺ ആണ്, അതോടെ തീരെ വെളുത്തേന്റെ അഹങ്കാരമൊക്കെ. എടാ, ഒരു 25 വർഷം കഴിഞ്ഞാൽ ഇവിടെ കുടിക്കാൻ വെള്ളം കാണുമോ, ശ്വസിക്കാൻ വായു കാണുമോ എന്നറിയില്ല. അപ്പോഴാണ് അവന്റെ കോപ്പിലെ കറുപ്പും വെളുപ്പും. എടാ, നീ കിടന്നീ കവലപ്രസംഗം നടത്തുന്നത് എനിക്ക് മനസ്സിലായി മോനെ. കവലപ്രസംഗം? അല്ലാത്ത പിന്നെ നിനക്കിത് 10 പേരെ കേൾപ്പിക്കണം. നീ മാത്രം വലിയ പുരോഗമന ചിന്താഗതിക്കാരൻ അല്ലേ? എടാ, നിനക്കെന്നെ ശരിക്കും മനസ്സിലായിട്ടില്ല. ഞാനൊരു കാര്യം പറയുമെങ്കിൽ അത് ചെയ്ത് കാണിക്കാൻ എനിക്കറിയാം. ഓ, നീ കിടന്ന് തിളക്കണുണ്ടല്ലോ. നീ ആ സാന്ദ്രയുടെ പുറകെ ചുമ്മാ ഒലിപ്പിച്ച് നടക്കുമല്ലേ? ഈ പറഞ്ഞ നീ കിട്ടുമോ സാന്ദ്രനെ? എടാ, ഞാനും അവളും ഇപ്പൊ നല്ല ഫ്രണ്ട്സാണ്. ഓ, ഇനിയിപ്പോ നാളെ നീ പറഞ്ഞ പോലെ ഒരു പ്രേമോ എന്തെങ്കിലും എനിക്ക് അവളോട് തോന്നുകയാണ്, അതേപോലെ തിരിച്ച് അവക്ക് എന്നോടും തോന്നുവാണെങ്കിൽ ദേ ഒരു സംശയം വേണ്ട, ഞാൻ അവളെ കിട്ടും. അതിനെനിക്ക് നിന്റെ അനുവാദമൊന്നും വേണ്ട. ബ്ലഡി റേസിസ്റ്റ്. എഴുന്നേറ്റ് പോയ വെയിലെത്തിരാണോ കുറച്ചു നേരം? ഞാനെന്ത് ചെയ്തു? തനിക്ക് മാസ് കാണിക്കാൻ എന്തിനാ എന്നെ ഇതിനകത്ത് പിടിച്ചിടണേ? സത്യം പറഞ്ഞാണ്, മാസ് കാണിച്ചൊന്നുമല്ല. പിന്നെ ആ മാസല്ല, ക്ലാസ് ആണ്, 3rd ക്ലാസ്. പോകട്ടെ. കുട്ടിച്ചേട്ടൻ തമാശ കേട്ട് എടപ്പള്ളി പോലെ അരൂര് വരെ ഞങ്ങള് ചിരിച്ചിരിച്ച് പറഞ്ഞു. ഒരു മിനിറ്റ് മോളെ. ചാർലി സിനിമയിൽ ചേട്ടൻ ഊട്ടിയില്ല ചാർലി സിനിമയിൽ ഡ്രസ്സില്ലേ? ചാർലിയില് ഞാനല്ല. അയ്യോ, നിങ്ങളുടെ ചേട്ടാ, എന്താ നടക്കൂ? ഒന്നും പറയാൻ പറ്റില്ല. അൻവർ സാർ എങ്ങനെ ഇങ്ങോട്ട് കയറി വന്ന് ഞാൻ ഇറങ്ങി ഓടിയാ മതി. ചേട്ടാ, ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഞാൻ പിന്നെ എന്നെ പറഞ്ഞ് മനസ്സിലാക്കാം. ആര് നീ? ഒന്ന് പോയടാ വിഷ്ണു. ചേട്ടാ മണ്ണല്ലോ. എന്താണ് മാൻ? സുഖം. ചേട്ടാ, കുടിക്കാൻ എന്താ വേണ്ടേ? ചായ, കാപ്പി, ജ്യൂസ്? പുതിയ സംവിധാനമൊക്കെ അവൻ ആ പേരും പറഞ്ഞ് കുറച്ചു നേരം ഇവിടെ നിന്ന് മുങ്ങാൻ വേണ്ടിയിട്ടാണ്. സ്മാർട്ട് ബോയ്. നീ ഒരു കാര്യം, നീ പോയിട്ട് എനിക്ക് ഒന്ന് വാങ്ങിട്ടോ. എടാ വിഷ്ണു, നീ ഒരു കാര്യം ചെയ്യും, നീ പോയിട്ടെ ആ ജനറേറ്റർ ഒന്ന് കിട്ടുമോ നോക്ക്. ഇത് മിക്കവാറും രാത്രിയാവും. അല്ല, ഇഷ്ടം എവിടെ നിന്ന് തുടങ്ങിയില്ലേ? ജോസഫ് ഏട്ടന് ഇയാളെന്തോടെ പരിപാടി? നീ കണ്ടില്ല, രണ്ടും കൂടി സംസാരിച്ചോണ്ടിരിക്കുന്നു. അതിന്റെ ഇടയിൽ ഇത് വേറെ പ്രശ്നം. ഇതെങ്ങനെ ഒഴിവാക്കോടാ? സീനാണോ? എന്നോട് ഷെഡ്യൂൾ ബ്രേക്കിന്റെ ഇടയിൽ പുറത്ത് വെച്ച് കാണണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാൻ എന്ത് പറഞ്ഞു? പിന്നെ സംസാരിക്കാന്ന് പറഞ്ഞത്. പിന്നെന്ത് സംസാരിക്കാൻ? ഒന്നും സംസാരിക്കാനില്ല, ഞാൻ മുങ്ങും. ശരിയാവൂലളിയാ. എന്നാ വേറെ റിലേഷൻഷിപ്പൊക്കെയും ചിന്തിക്കാൻ പറ്റില്ല എനിക്ക് സമയത്ത്. അല്ലടാ, അങ്ങനെയാണെങ്കിലേ അത് നീ ഡയറക്റ്റ് പറ. അല്ല ചുമ്മാ തലയിൽ വെച്ചോണ്ട് വർക്കിനിടെ ടെൻഷനല്ലേ? ഞാനതിനെ പറയാൻ പോണു. ആരോട്? അതൊക്കെ ഉണ്ട്. എടാ, നീ ഈ രണ്ടെണ്ണത്തിന് എന്ത് ചെയ്യുന്നു പറയപ്പോ? ഇതൊക്കെ എന്ത് നിസ്സാരം. വാ വാ, ഫോട്ടോസ് ഉണ്ടെന്ന് കാണിക്കും. ജോസഫ് ഏട്ടാ, നിന്റെ കാര്യം ഞാനിപ്പോ ഓർത്തോളാം മക്കളെ. ഞങ്ങളുടെ അതായത് വിനോദേട്ടാ, ജോസഫ് ഏട്ടാ, അവയ്ക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. പക്ഷെ അവനത് പറയാനൊരു മടി. അവയ്ക്ക് ഞങ്ങളോട് പറയാൻ മടിയോ? അല്ല, ഇനിയിപ്പോ നീ തന്നെ പറഞ്ഞോളൂ. അതായത് ഇവൻ ആദ്യമായിട്ടാണല്ലോ ഒരു പടത്തിന്റെ പോസ്റ്ററിന് വേണ്ടി സ്റ്റിൽ എടുക്കുന്നത്. അതെ. അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് അതിൽ നിങ്ങൾ 2 പേരും വേണമെന്ന് അവന്. പക്ഷെ ഈ സിനിമയിൽ നമ്മളില്ലല്ലോ, പിന്നെ എങ്ങനെ? അതൊന്നും കുഴപ്പമില്ല, ഇതൊരു വല്ലാത്ത സിനിമയാണ്, അതൊക്കെ മനസ്സിലാവും അല്ലടാ. അതെന്തോന്നു? പോയി മേക്കപ്പ്.
എന്റെ കാര്യം ഓക്കെ. ഇയാൾക്ക് എന്തിനാ മേക്കപ്പ്? ഞങ്ങൾ ഇന്ന് റെഡി ആയിട്ട് വരാം പ്രതിമ മോളെ. അയ്യോ പ്രതിമയല്ല, പ്രമിത. അത്ര സന്തോഷത്തിലാണ് അന്ന് ഞങ്ങൾ പോയത്. വെറൈറ്റി അല്ലായിരുന്നു. പോട്ടെ. ഓക്കെ അല്ലേ? ഹാ ഞാനേ 3 എന്ന് പറയുമ്പോ ആ പോസ് തന്നെ. ഓക്കെ റെഡി? ഓക്കെ. ഹാ ഓക്കെ റെഡി? 1 2 3. ഓക്കെ. ഇനി പുള്ളിക്കാരുടെ പുറകിൽ നിൽക്കുക രണ്ടുപേരും, എന്നിട്ട് അറ്റാക്ക് ചെയ്യാൻ വരുന്ന പോലെ. നിങ്ങൾ പേടിപ്പിക്കും. ഹാ സോംബി പോസ്. ഹാ നൈസ്. തീർന്നോ? അജോ എന്തിനെങ്ങനെ കരയണ്? ഒരു നല്ല ജീവിതം ഇറങ്ങിയിരുന്ന മനുഷ്യനായിരുന്നു. എല്ലാരും കൂടെ വെറുതെ പാവത്തിന്. ആ പടൊക്കെ ഇറങ്ങിയിട്ട് 10-25 വർഷം കഴിഞ്ഞു. നമ്മുടെ സൊസൈറ്റി ഒക്കെ ആകെ മാറി. ഇവിടെ ഓരോരുത്തന്മാരെ തോട്ടെറിഞ്ഞ് പൊട്ടിച്ച് കൊന്നിട്ട് കൂളായിട്ട് ദുബായി പോയി ജോലി ചെയ്യണം. എന്നിട്ടാ അത് വിൻസെന്റ് പെപ്പെ എന്ന് പറഞ്ഞൊരു പയ്യനാ, അങ്കമാലിയിലുള്ളതാ. അറിയാം? അതൊക്കെ എനിക്കറിയാം. അങ്കമാലിയുടെ കാര്യം പറഞ്ഞപ്പോഴാ എനിക്ക് അങ്കമാലിയിലെ പ്രധാനമന്ത്രി ആരാന്നറിയോ? അങ്കമാലിയിലെ പ്രധാനമന്ത്രിയാ? നീ എന്ത് ഫൂളാണ്. അങ്കമാലി മുനിസിപ്പാലിറ്റി. അപ്പൊ അറിയില്ല അല്ലേ? അങ്കമാലിയിലെ പ്രധാനമന്ത്രിനെ കുറിച്ചൊരു പടമുണ്ട്, നമുക്ക് കണ്ടാലോ? ഏത് പടം? കിലിക്ക. എനിക്ക് മനസ്സിലായി. ആർത്തി മൂത്ത ഈ നിമിഷത്തിൽ എനിക്ക് നിന്നോട് അസൂയ തോന്നുന്നുണ്ട് സാമേ. ഞാൻ